ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശയ്യായുടെ പുസ്തകം 61 അധ്യായം 3 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: സിയോനിൽ വെണ്ണീറിന് പകരം പുഷ്പമാല്യവും, വിലാപത്തിനു പകരം ആനന്ദത്തിൻ്റെ തൈലവും, തകർന്ന മനസ്സിനു പകരം സ്തുതിയുടെ മേലങ്കിയും നൽകാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ഈ വചനത്തിൻ്റെ അഭിഷേകം നമ്മുടെ എല്ലാം കുടുംബങ്ങളിൽ നിറയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് നിങ്ങളേവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഓരോ നേഴ്സും തൻ്റെ ജോലി മേഖലയിൽ ഐക്യപ്പെട്ടവനാണ്. കർത്താവിനായി, കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കാനായി ഐക്യപ്പെട്ടവർ. ഇന്ന് സ്നേഹബഹുമാനപ്പെട്ട ഷാജി വൈക്കത്ത് പറമ്പിലൂടെ മുറിവേറ്റവരെ വെച്ച് കെട്ടുന്നതും ഒരു സുവിശേഷ പ്രഘോഷണമാണെന്നറിയുമ്പോൾ നമുക്ക് നമ്മുടെ വിളിയോട് കൂടുതൽ വിശ്വസ്തരായിരിക്കാൻ പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 34 അധ്യായം മുറിവേറ്റ ആടുകളുടെ ചിത്രമാണ്. എസെക്കിയേൽ പ്രവാചകനോട് ദൈവത്തിൻ്റെ ആത്മാവ് മുറിവേറ്റ ആടുകളെക്കുറിച്ച് ഹൃദയനൊമ്പരത്തോടെ സംസാരിക്കുന്ന ചില ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 34 അധ്യായത്തിൻ്റെ 1 വാക്യം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: മനുഷ്യപുത്ര, ഇസ്രായേലിൻ്റെ ഇടയന്മാർക്കെതിരെ പ്രവചിക്കുക. എന്തുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ ഇടയന്മാർക്കെതിരെ പ്രവചിക്കേണ്ടത്? അത് മറ്റൊന്നുമല്ല, ഈ മുറിവേറ്റ ആടുകളെ, അല്ലെങ്കിൽ അലഞ്ഞു നടക്കുന്ന ആടുകളെ വന്യമൃഗങ്ങൾ പിടിച്ചു തിന്നുകയും ചെയ്യുന്ന ദയനീയമായ ചിത്രം കണ്ടുകൊണ്ടാണ് എസെക്കിയേൽ പ്രവാചകൻ ഇടയന്മാർക്കെതിരെ പ്രവചിക്കുന്നത്. തിരുവചനം ഇങ്ങനെയാണ്: നിങ്ങൾ ഈ ആടുകളുടെ മേധസ് ഭക്ഷിക്കുകയും രോമം കൊണ്ടുള്ള വസ്ത്രം ധരിക്കുകയും, അവയുടെ രോമം കൊണ്ടുള്ള വസ്ത്രം നിങ്ങൾ ധരിക്കുകയും അവയിൽ കൊഴുത്തതിനെ കൊല്ലുകയും ചെയ്യുന്നു. 34 അധ്യായത്തിൻ്റെ 3 വാക്യമാണ്. എന്നാൽ നിങ്ങൾ ആടുകളെ പോറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചുറ്റും നമ്മളിന്ന് കണ്ടുവരുന്ന ദയനീയ ചിത്രം പോറ്റാൻ ആളില്ലാതെ വളരെ ദയനീയമായി അലഞ്ഞു നടക്കുന്ന ആടുകളുടെ ദയനീയ ചിത്രം നമുക്കിടയിൽ നമ്മൾ കാണുന്നുണ്ട്. 4 വാക്യം നമ്മൾ അല്പം കൂടി മനസ്സിരുത്തി വായിക്കണം. ദുർബലമായതിന് നിങ്ങൾ ശക്തി കൊടുത്തില്ല, മുറിവേറ്റതിനെ വെച്ച് കെട്ടിയില്ല, വഴിതെറ്റിയതിനെ തിരികെ കൊണ്ടുവന്നില്ല. 3 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, ധാരാളം ആളുകൾ ദുർബലരാണ്, അവയെ നിങ്ങൾ ശക്തിപ്പെടുത്തിയില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ എന്താണ്? മുറിവേറ്റതിനെ വെച്ച് കെട്ടിയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചുറ്റും ധാരാളം പേർ മുറിവേറ്റവരാണ്. മൂന്നാമത്തത്, അതിലും ദയനീയമായ മറ്റൊരു ചിത്രമാണ്: വഴിതെറ്റിയതിനെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവന്നില്ല. നമ്മളിന്ന് സമൂഹത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ മുട്ടുന്നത് മുറിവേറ്റ മനുഷ്യർ വീടുകൾക്കകത്തുണ്ട്. മുറിവേറ്റ മനുഷ്യർ തെരുവുകളിലുണ്ട്. മുറിവേറ്റ മനുഷ്യർ നമ്മുടെ ദേവാലയങ്ങളിലുണ്ട്. മുറിവേറ്റ മനുഷ്യർ നമ്മുടെ മതങ്ങളിലുണ്ട്. മുറിവേറ്റ മനുഷ്യർ നമ്മുടെ കുട്ടികളുടെ ഇടയിലുണ്ട്. മുറിഞ്ഞ മനുഷ്യർ നമ്മുടെ യുവതി യുവാക്കളുടെ ഇടയിലുണ്ട്. ദുർബലമായ ധാരാളമുണ്ട് നമുക്ക് ചുറ്റും. ബലമില്ലാതെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ തകരുന്നവർ. ചിലരുടെ മുഖത്തേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്നുണ്ടല്ലോ
ഒരു ബലവുമില്ലാത്ത ചില ജീവിതങ്ങൾ, ജീവിതത്തിലെ പ്രതിസന്ധികൾ ഏറ്റെടുത്ത് മടുത്ത് ഒരു ബലവുമില്ലാത്ത ചില മുഖങ്ങളെ നമുക്ക് ചുറ്റും കണ്ടെത്താൻ പറ്റും. ഇപ്പം ഇവിടുത്തെ പരാതി എന്താ? ഇങ്ങനെ മുറിവേറ്റ് നടക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ബലമില്ലാതെ നടക്കുന്ന, അല്ലെങ്കിൽ ചിലത് വഴിതെറ്റിയതാണ്. ലക്ഷ്യം നഷ്ടപ്പെട്ട്, ദിശാബോധം നഷ്ടപ്പെട്ട്, ചിലപ്പം വഴിതെറ്റി നടക്കുന്നത് മദ്യത്തിൻ്റെ അടിമത്തത്തിലാവാം, അല്ലെങ്കിൽ മയക്കുമരുന്നുകളുടെ അടിമത്തത്തിലാവാം, ഇല്ലെങ്കിൽ കൊടിയ വൈരാഗ്യത്തിൻ്റെ അടിമത്തത്തിലാവാം. വഴിതെറ്റി നടക്കുന്ന ധാരാളം പേർ, വാശിയും വൈരാഗ്യവുമായി ജീവിക്കുന്ന അനേകർ. ഇവിടുത്തെ പരാതി എന്താ? ഈ ആടുകളെ ആരും അന്വേഷിച്ചു പോയില്ല. ഈ ആടുകളെ ആരും മുറിവേറ്റതിനെ വെച്ച് കെട്ടാൻ മരുന്നുമായി മുറിവേറ്റതിൻ്റെ അടുക്കലേക്ക് ഇന്ന് ആരും എത്തുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, ഞാൻ വിചാരിക്കുന്നു കർത്താവിൻ്റെ ഈ രോദനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഉത്തരമാണ് നേഴ്സിംഗ് ശുശ്രൂഷ. മുറിവേറ്റതിനെ വെച്ച് കെട്ടാൻ, ശാരീരിക മുറിവ് മാത്രമല്ല, വൈകാരികമായി മുറിവേറ്റത്, സ്നേഹം കിട്ടാതെ, പരിഗണന കിട്ടാതെ, അംഗീകാരം കിട്ടാതെ, വാത്സല്യം കിട്ടാതെ, അത് വീട്ടിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, ഭർത്താവിൽ നിന്ന്, കുഞ്ഞുങ്ങളിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന്, ആരൊന്നും ആവട്ടെ, മുറിവേറ്റവർ, അല്ലെങ്കിൽ ജീവിത ഭാരം കൊണ്ട് മുറിഞ്ഞവർ, ബലമില്ലാത്തവർ, എത്രയോ പേരെ നമ്മുടെ കൺമുമ്പിൽ നാം കണ്ടുമുട്ടുന്നു. ഒരുപക്ഷെ ആശുപത്രി കിടക്കയിൽ എത്തുന്ന അനേകർ ശാരീരികമായി രോഗം ബാധിച്ചവർ മാത്രമല്ല, പലരും ദുർബലരാണ്. ചിലപ്പം നനച്ചിരിക്കാത്ത സമയത്ത് ഈ രോഗം വന്നുപെട്ടതിൻ്റെ പേരിൽ മനസ്സ് ദുർബലമായ ധാരാളം മനുഷ്യർ, അല്ലെങ്കിൽ വഴിതെറ്റിയ, അല്ലെങ്കിൽ ദിശ തെറ്റി സഞ്ചരിക്കുന്ന ധാരാളം മനുഷ്യർ, ഇവരൊക്കെയാണ് നമ്മുടെ കൺമുമ്പിൽ വന്നുപെടുന്നവർ. എന്താണ് ഈശോ ചെയ്തത്? ഈ പഴയ നിയമത്തിലെ രോദനത്തിന് പ്രത്യുത്തരം കൊടുത്തത് കർത്താവായ ഈശോ മിശിഹായാണ്. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ തിരുവചനത്തിൽ കർത്താവായ ഈശോ പറഞ്ഞത്, മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും ആണ് കള്ളൻ വരുന്നത്, എന്നാൽ ഞാൻ വന്നിരിക്കുന്നത്. നോക്കൂ, കർത്താവ് വളരെ വ്യക്തതയോടെയാണ് പറഞ്ഞത്, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക്, ആർക്ക്? മുറിവേറ്റവർക്ക്, ആർക്ക്? ദുർബലർക്ക്, ആർക്ക്? ദിശ തെറ്റി നടക്കുന്നവർക്ക്, അവർക്ക് ജീവൻ ഉണ്ടാവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് എന്താ ചെയ്തത്? മുറിവേറ്റവരെ ജീവിതത്തിൻ്റെ ഏത് തുറകളിൽ കണ്ടോ കർത്താവ് അവരുടെ അടുത്തേക്ക് എത്തി എന്നതാണ് സുവിശേഷം. അതാണ് സുവിശേഷം. മുറിവേറ്റവന് അവനെ തപ്പി മരുന്നുമായി ആൾ അടുത്തെത്തുന്നതിന് പറയുന്ന പേരാണ് സുവിശേഷം. അതുകൊണ്ടാണ് കർത്താവ്, നോക്കൂ, കർത്താവിൻ്റെ 3 വർഷത്തെ പരസ്യജീവിത കാലത്തിൽ കർത്താവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ തളർന്നവനെ തപ്പി, മുറിവേറ്റവനെ തപ്പി, അവൻ എവിടെയാണോ കിടക്കുന്നത് അവിടെ ചെല്ലുക എന്നതാണ്. കർത്താവ് ബൈ ചാൻസിൽ, യാദൃച്ഛികമായി വന്നുപെട്ട ഇടമല്ല ബത്സയിദ കുളം. പകരം ബത്സയിദ കുളത്തിൻ്റെ കരയിൽ മുറിവേറ്റ ഒരുവൻ, തളർന്ന ഒരുവൻ, ദിശ തെറ്റി ഒരുവൻ വർഷങ്ങളായി കിടക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അവനെ തപ്പി കർത്താവ് എത്തിയ സ്ഥലമാണ് ബത്സയിദ കുളം. അതിൻ്റെ പേരാണ് സുവിശേഷം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സുവിശേഷം എന്ന് പറയുന്നത് മുറിവേറ്റവൻ്റെ അടുക്കൽ അവനെ തേടി അവൻ്റെ മുറിവിലൊഴിക്കാനുള്ള മരുന്നുമായി, അത് സ്നേഹത്തിൻ്റെ മരുന്നാവാം, കാരുണ്യത്തിൻ്റെ മരുന്നാവാം, സ്നേഹസ്പർശനത്തിൻ്റെ മരുന്നാവാം, ഒരു തലോടലിൻ്റെ മരുന്നാവാം, അല്ലെങ്കിൽ ഒരു ചെറു ചിരിയുടെ മരുന്നാവാം. ഇതുമായിട്ട് അവൻ എവിടെയാണോ മുറിഞ്ഞു കിടക്കുന്നത് അവനെ തപ്പി അവിടെ എത്തുന്നതിന് പറയുന്ന പേരാണ് സുവിശേഷം. നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കർത്താവിൻ്റെ 2-3 കടന്നു ചെല്ലലുകൾ നമുക്കൊന്ന് തിരുവചനത്തിൽ കണ്ടെത്തണം. ഒന്ന്, കർത്താവ് അന്ന് കടന്നു ചെന്നത് മുറിവേറ്റ് തളർന്ന്, ജീവിതത്തിൻ്റെ ഭാരം കൊണ്ട് തളർന്ന്, നഷ്ടം കൊണ്ട് തളർന്ന് ഏങ്ങലടിയുമായി ജീവിക്കുന്ന ആ 2 പെൺകുട്ടികളുടെ വീട്ടിലേക്കാണ് കർത്താവ് അന്ന് ചെന്നത്. ഞാൻ പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസറിൻ്റെ മരണത്തിൽ ചങ്ക് പൊട്ടിക്കരഞ്ഞ് ആ വീടിൻ്റെ കോണിൽ ഒളിച്ചിരിക്കുന്ന 2 സ്ത്രീകളുടെ വീട്ടിലേക്കാണ് കർത്താവ് കടന്നു ചെന്നത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് സുവിശേഷം. അവരുടെ കരച്ചിലിൻ്റെ അർത്ഥം അവർക്കേ അറിയൂ, മറ്റാർക്കും അറിയില്ല. ജീവിതത്തിൻ്റെ സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ട ആ 2 പെങ്ങന്മാരുടെ
ചങ്കുപൊട്ടിയുള്ള നൊമ്പരത്തിൻ്റെ ആഴം അവർക്ക് മാത്രമേ അറിയൂ. ആ മുറ്റത്തേക്കാണ് കർത്താവ് എത്തിയത്. അപ്പോൾ സുവിശേഷം എന്താ? സുവിശേഷം ആരുടെ മുഖമാണോ വാടിയിരിക്കുന്നത് അവൻ്റെ അടുത്തെത്തുന്നതിന് പറയുന്ന പേരാണ് സുവിശേഷം. പ്രിയ സഹോദരിമാരെ, പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കൺമുമ്പിൽ വന്നുപെടുന്നവർ, രോഗക്കിടക്കയിൽ വന്നുപെടുന്നവർ ഈ ലാസറിൻ്റെ പെങ്ങന്മാർക്ക് സദൃശ്യരാണ്. ചിലർ വരുന്നത് ജീവിതത്തിൻ്റെ സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ടാണ് ആ രോഗക്കിടക്കയിൽ വരുന്നത്. അവർക്ക് വേണ്ടത് കേവലം ശാരീരിക സൗഖ്യമല്ല. ഒരു പക്ഷേ നിങ്ങളുടെ മുൻപിലേക്ക് ആ തളർന്ന മനുഷ്യനെ, ആ തകർന്ന സ്ത്രീയെ കർത്താവ് എത്തിച്ചത് കേവലം ശാരീരിക സൗഖ്യം നൽകാനുള്ള മരുന്ന് സമയത്തിന് നൽകി ആ വ്യക്തിയെ ശുശ്രൂഷിക്കാൻ വേണ്ടി മാത്രമല്ല. പ്രിയപ്പെട്ടവരെ, കർത്താവിന് മാത്രമേ മർത്തയുടെയും മറിയത്തിൻ്റെയും ഹൃദയത്തിലെ ദുഃഖത്തിൻ്റെ ആഴം അളക്കാൻ കഴിഞ്ഞുള്ളൂ. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ നഴ്സിംഗ് ശുശ്രൂഷയിൽ അപരൻ്റെ ഹൃദയത്തിലെ ദുഃഖത്തിൻ്റെ ആഴം അളക്കുക എന്നത് നമ്മളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ്. കർത്താവിന് മാത്രമേ അത് കഴിഞ്ഞുള്ളൂ. അതുകൊണ്ടാണ് അവർ കർത്താവ് ആ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ മർത്ത എന്ന് പറയുന്ന ആ സ്ത്രീ ഓടിച്ചെന്ന് അവൻ്റെ മുമ്പിൽ അവളുടെ ചങ്കിലെ ഭാരം മുഴുവൻ അവൾ തുറന്നു വെച്ചു. കാരണം ആരുടെ മുമ്പിലാണ് ഒരാൾ തൻ്റെ ഭാരം തുറന്നു വയ്ക്കുന്നത്? എൻ്റെ ദുഃഖത്തിൻ്റെ ആഴം അറിയുന്ന ഒരാളുടെ മുമ്പിൽ മാത്രമേ കർത്താവ്, ആ വ്യക്തി അയാളുടെ ഹൃദയം തുറന്നു വയ്ക്കുകയുള്ളൂ. അതുകൊണ്ടാണ് മർത്ത കർത്താവിനെ കണ്ടപ്പോൾ കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞത്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നു, ഞങ്ങൾക്കിത് സംഭവിക്കില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ വീട്ടുമുറ്റത്ത് നിന്ന് മർത്തയുടെയും മറിയത്തിൻ്റെയും ചങ്കുപൊട്ടിയുള്ള കരച്ചിൽ കണ്ടപ്പം ആ വീട്ടുമുറ്റത്ത് നിന്ന് കരഞ്ഞവനാണ് കർത്താവ്. ഇതിൻ്റെ അർത്ഥം എന്താ? സുവിശേഷത്തിന് മറ്റൊരർത്ഥം വരികയാണപ്പോൾ. മുറിവുള്ളവനെ തേടി ചെല്ലുന്നത് മാത്രമല്ല സുവിശേഷം, സുവിശേഷത്തിന് രണ്ടാമതൊരർത്ഥം കൂടിയുണ്ട്. മുറിവേറ്റവൻ്റെ കൂടെ നിന്ന് അവൻ്റെ മുറിവിൽ തൊട്ടിട്ടൊന്ന് കരയുക എന്നൊരർത്ഥം കൂടി സുവിശേഷത്തിനുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി മുറിവേറ്റവൻ്റെ വിലാപമാണ്. എന്താണ് അവൻ്റെ വിലാപം? എൻ്റെ മുറിവിനെ ആർക്കും മനസ്സിലാവുന്നില്ല. ഇന്ന് ലോകം കേൾക്കുന്ന ഏറ്റവും വലിയ കരച്ചിലതാ. എൻ്റെ ഹൃദയ നൊമ്പരത്തെ എൻ്റെ കൂടെ ജീവിക്കുന്ന ഭാര്യയ്ക്ക് മനസ്സിലാവുന്നില്ല എന്നൊരു ഭർത്താവ് പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹൃദയ നൊമ്പരം. അല്ലെങ്കിൽ എൻ്റെ ഒപ്പം ജീവിക്കുന്ന എൻ്റെ ഭർത്താവിന് എൻ്റെ ഉള്ളിൻ്റെ നൊമ്പരം എന്തേ മനസ്സിലാക്കാത്തത് എന്ന് ചോദിക്കുന്ന കരച്ചിലാണ് ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ കരച്ചിൽ. അതാണ് ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ രോദനം. പ്രിയപ്പെട്ടവരെ, എൻ്റെ അപ്പൻ എന്നെ എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല എന്ന്, അല്ലെങ്കിൽ എൻ്റെ മകൻ, എൻ്റെ കൊച്ചുമകന് എന്നെ എന്തുകൊണ്ട് മനസ്സിലാവില്ല എന്ന് ചോദിക്കുന്ന ഒരു വൃദ്ധൻ്റെ ഹൃദയനൊമ്പരമാണ്. അല്ലെങ്കിൽ ഒരു ഇല്ലായ്മക്കാരൻ്റെ ചങ്കുപൊട്ടിയുള്ള നിലവിളിയാണ്. എന്നെ എന്തുകൊണ്ട്, എൻ്റെ ദുഃഖം എന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്ന കരച്ചിലാണ് ഏറ്റവും വലിയ കരച്ചിൽ. പക്ഷേ കർത്താവ് കാണിച്ചു തന്ന സുവിശേഷം മറ്റൊന്നുമല്ല. ആ വ്യക്തികളുടെ ഹൃദയത്തിൻ്റെ ദുഃഖത്തിൻ്റെ ആഴം ഗ്രഹിച്ചു എന്ന് മാത്രമല്ല. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലാണ് നമ്മൾ വായിക്കുന്ന സുവിശേഷത്തിലെ ഏറ്റവും ചെറിയ വചനം. ഏറ്റവും ഷോർട്ടായിട്ടുള്ള വചനം സുവിശേഷത്തിൽ വായിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലാണ്. പക്ഷേ ഞാൻ പറയും, അതല്ല ഏറ്റവും ചെറിയ വചനം, ഏറ്റവും നീളം കൂടിയ വചനമാണത്. എന്താണ് ആ വചനം? അവൻ കരഞ്ഞു. ഇത്രയും ആഴമുള്ള, ഇത്രയും നീളമുള്ള ഒരു തിരുവചനം സുവിശേഷത്തിലില്ല. അപ്പം നമ്മളാരാ? നമ്മുടെ ശുശ്രൂഷ എന്താ? എന്താ നേഴ്സിംഗ് ശുശ്രൂഷ? കൂടെ കരയാൻ വിളിക്കപ്പെട്ട മനുഷ്യരാണ് നമ്മൾ. കൂടെ കരയാൻ വിളി ലഭിച്ച മനുഷ്യരാണ് നമ്മൾ. അപ്പോൾ രണ്ട് കാര്യം ഇവിടെ ശ്രദ്ധേയമാണ്. ഒന്ന്, മുറിവേറ്റവൻ്റെ അടുക്കിലേക്ക്, അവൻ എവിടെയാണോ മുറിവേറ്റ് കിടക്കുന്നത് ആ മുറിവുകളിലേക്ക് ഒരാൾക്ക് എത്തിപ്പറ്റാൻ കഴിയണം. ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ വന്ന് കിടക്കുന്നയാൾ, നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നയാൾ ശാരീരിക രോഗി മാത്രമാണ് നമ്മളെ സംബന്ധിച്ച്. പക്ഷേ അയാളുടെ യഥാർത്ഥ മുറിവിൻ്റെ അരികിലേക്ക് എത്താനുള്ള വിളി പ്രിയപ്പെട്ടവരെ നമുക്കുണ്ട്.
അയാളുടെ യഥാർത്ഥം, അയാളുടെ നാം കാണുന്നത്, ദൃശ്യമായിട്ട് നമ്മൾ കാണുന്നത് അയാളുടെ ശാരീരിക രോഗമാണ്. പക്ഷേ അയാളുടെ ഹൃദയനൊമ്പരം എന്ന, ഒരുപക്ഷെ അയാളുടെ ആഴത്തിലുള്ള ഹൃദയവ്യഥ സ്നേഹം കിട്ടാത്തതിൻ്റെ ഹൃദയവ്യഥയാണ്. അല്ലെങ്കിൽ അയാളുടെ ഹൃദയനൊമ്പരം പരിഗണന ലഭിക്കാത്തതിൻ്റെ ഹൃദയനൊമ്പരമാണ്. അല്ലെങ്കിൽ അയാളുടെ ഹൃദയത്തിൻ്റെ ദുഃഖം ആഗ്രഹിക്കുന്നത് ലഭിക്കാത്തതിൻ്റെ, അത് വീട്ടിൽ നിന്നാവാം, ദൈവത്തിൽ നിന്ന് പോലുമാവാം, ആഗ്രഹിക്കുന്നത് ലഭിക്കാത്തതിൻ്റെ ശൂന്യതയാണ്. ഇതിലേക്ക് എത്തിപ്പറ്റാൻ സാധിക്കുന്ന ഒരു ശുശ്രൂഷകയാണോ ഞാൻ എന്ന ഒരു ആത്മശോധന എൻ്റെ പ്രിയപ്പെട്ടവർ അവരവരുടെ ജീവിതത്തെക്കുറിച്ച് നോക്കണം. എൻ്റെ മുമ്പിൽ വന്ന് രോഗിയായി വരുന്ന വ്യക്തിയുടെ യഥാർത്ഥത്തിലുള്ള മുറിവിലേക്ക് ഞാൻ എത്തുന്നുണ്ടോ? ഒരുപക്ഷെ 5 ദിവസമായിരിക്കാം ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ആ വാർഡിൽ, ആ ബെഡിൽ ആ രോഗി എൻ്റെ കരസ്പർശനങ്ങളേറ്റ് അവിടെ കിടക്കുന്നത് 5 ദിവസമാവാം, 7 ദിവസമാവാം, അല്ല 1 ദിവസമാവാം. ഈ വ്യക്തിയുടെ യഥാർത്ഥ മുറിവിലേക്ക് ഞാൻ എത്തുന്നുണ്ടോ? ഇത് നമ്മൾ ആത്മശോധന ചെയ്യണം. കർത്താവിന് അതിൽ കഴിഞ്ഞു. ആ മുറിവേറ്റ വ്യക്തിയുടെ യഥാർത്ഥ മുറിവിലേക്ക് എത്താൻ കർത്താവ് കഴിഞ്ഞു, കർത്താവിന് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, വളരെ സുന്ദരമായിട്ടാണ് മറ്റൊരു ഭാഗം നമ്മൾ സുവിശേഷത്തിൽ കാണുന്നത്. അതും യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെയാണ്. യോഹന്നാൻ സുവിശേഷകനാണ് മനുഷ്യൻ്റെ മുറിവിലേക്ക് വളരെ ആഴത്തിൽ കടന്നു ചെല്ലുന്ന കർത്താവിനെ അവതരിപ്പിക്കുന്നത്. എന്താ യോഹന്നാൻ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന അടുത്ത വ്യക്തി? അത് മറ്റാരുമല്ല, തകർന്നൊരു സ്ത്രീയെയാണ് കർത്താവിൻ്റെ മുമ്പിൽ കർത്താവ് കണ്ടുമുട്ടുന്നത്. ശരിക്കും അവനെക്കുറിച്ച് ആ വചനം വളരെ ശ്രദ്ധേയമാണ് കേട്ടോ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. എന്താണ് ആ തിരുവചനം? മുറിവേറ്റവളെ കാത്തു നിൽക്കുന്ന കർത്താവാണ്, അഥവാ ഒരു നേഴ്സാണ്. അവൾ വന്നു. എങ്ങനെയാ വന്നേ? ഗ്രന്ഥകാരൻ പറയുന്നത് പോലെ, സുവിശേഷത്തിൽ പറയുന്നത് പോലെ, ആരുമില്ലാത്ത സമയം നോക്കി പൊട്ടിപ്പൊളിഞ്ഞ അവൾ വന്നു. കർത്താവ് അവളെ കാത്തു നിൽപ്പുണ്ടായിരുന്നു എന്നതാണ് സുവിശേഷം. പ്രിയപ്പെട്ടവരെ, ഇന്ന് മുറിവേറ്റവരെ കാത്തു നിൽക്കാൻ ആളില്ല എന്നതാണ് നമ്മുടെ ദാരിദ്ര്യം. മുറിവേറ്റവൾ അവിടെ വന്നപ്പോൾ കർത്താവ് ആ കിണറിൻ്റെ കരയിൽ കാത്തുനിൽപ്പുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെങ്കിൽ നമ്മുടെ ആശുപത്രികൾ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 4-ാമത്തെ തിരുവചനത്തിലെ കിണറിൻ്റെ കരയാവണം. ഞാൻ ജോലി ചെയ്യുന്ന ആശുപത്രി യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലെ കിണറിൻ്റെ കരയാവണം. അവിടെ അയാൾ കാത്തുനിൽപ്പുണ്ടായിരുന്നു. ആര്? കർത്താവായ ഈശോ മിശിഹ അവിടെ മുറിവേറ്റവളെ തേടി കാത്തുനിൽപ്പുണ്ടായിരുന്നു. ഞാൻ ജോലി ചെയ്യുന്ന ആശുപത്രി, ഞാൻ ജോലി ചെയ്യുന്ന വാർഡ് ഈ യാക്കോബിൻ്റെ കിണറിൻ്റെ കരയാണോ? ഞാൻ കാത്തു നിൽക്കുന്ന വ്യക്തിയാണോ? മുറിവേറ്റവർക്കായി കാത്തു നിൽക്കുന്ന വ്യക്തിയാണോ? എന്നിട്ട് കർത്താവ് എന്ത് ചെയ്തു? അവൾ ആദ്യം തർക്കിക്കുന്നുണ്ട്. കർത്താവ് അവളോട് വെള്ളം ചോദിച്ചു. അവളോട് നീയും ഞാനും സമനാണെന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കും. അവൾ മുറിവേറ്റു വന്നവളാണ്. സമറിയ വംശത്തിൽ പിറന്നതുകൊണ്ട് അപകർഷതാ ബോധത്തിന്റെ കൂത്തരങ്ങായി എന്നെ ആർക്കും വേണ്ട, ഞാൻ വളരെ ചെറുതാണ്, യഹൂദന്മാർ നടക്കുന്ന വഴി കൂടെ പോലും നടക്കാൻ യോഗ്യതയില്ലാത്ത വെറും അശുവാണ് ഞാൻ എന്ന ബോധ്യത്തോടു കൂടി അവിടെ വന്ന അവള്, വെറും കൃമി കണക്കെ അവിടെ വന്ന അവള്. കർത്താവ് ആദ്യം വെള്ളം ചോദിക്കുന്നത് എന്തിനാ? നീയും ഞാനും ഒരേ സമമാണെന്ന്, നീയും ഞാനും തുല്യരാണെന്ന്. പ്രിയപ്പെട്ടവരെ, അവളെ ഉയർത്തുകയാണ്. അവൾ തർക്കിക്കുന്നുണ്ട്. മുറിവേറ്റവൾ തർക്കിക്കും, ബലമില്ലാത്തവർ തർക്കിക്കും. ഞങ്ങൾക്ക് ഈ കിണർ തന്ന ഞങ്ങളുടെ പിതാവിനേക്കാൾ വലുതാണോ നീ എന്ന് ചോദിച്ച് തർക്കിക്കുന്നുണ്ട്. മുറിവേറ്റവർ തർക്കിക്കും. അത് വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും മുറിവേറ്റവർ തർക്കിക്കും. ബലമില്ലാത്തവർ തർക്കിച്ച് ജയിക്കാൻ ശ്രമിക്കും. നിന്റെ കയ്യിൽ കയറുണ്ടോ, പാളയുണ്ടോ വെള്ളം കോരാൻ എന്നൊക്കെ ചോദിച്ച് മിശിഹായോട് അവൾ തർക്കിക്കുന്നുണ്ട്. ബലമില്ലാത്തവർ തർക്കിക്കും. പക്ഷേ കർത്താവിനറിയാം, കർത്താവ് അവളുടെ തർക്കങ്ങളുടെ മുമ്പിൽ വീണ്ടും തർക്കിക്കാനൊന്നും കർത്താവ് ശ്രമിക്കുന്നില്ല. കർത്താവ് അവളുടെ മുറിവിൽ തൊടുകയാണ്. നിന്റെ ഭർത്താവിനെ വിളിച്ചോണ്ട് വാ. പ്രിയപ്പെട്ടവരെ, കർത്താവ് അവളുടെ മുറിവിൽ തൊടുകയാണ്. ഒരുപക്ഷെ വ്യഭിചാരിണി എന്ന് പരക്കെ അറിയപ്പെട്ട അവളുടെ ആന്തരിക നൊമ്പരത്തിൽ കർത്താവ് പതുക്കെ തൊടുകയാണ്. എന്തു പറ്റി?
അവസാനം അവൾ ആരാണോ അവളുടെ മുറിവിൽ തൊട്ടത് അവൻ്റെ മുമ്പിൽ അവളുടെ കുടം ആ കാൽക്കൽ അർപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മുറിവിൽ തൊടുന്ന മനുഷ്യൻ്റെ മുമ്പിൽ കുമ്പിടാതിരിക്കാൻ മുറിവേറ്റവന് ആവില്ല, മുറിവേറ്റവൾക്ക് ആവില്ല. മുറിവിൽ തൊടുന്ന വ്യക്തിയുടെ മുമ്പിൽ നമിക്കാതിരിക്കാൻ മുറിവേറ്റവർക്ക് ആവില്ല. അവസാനം എന്തു പറ്റി? അവൾ സുവിശേഷ പ്രഘോഷകയായി എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. ഒരുപക്ഷെ ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞാൽ ചരിത്രത്തിലെ ആദ്യത്തെ പുതിയ നിയമ ചരിത്രത്തിലെ ആദ്യത്തെ സുവിശേഷ പ്രഘോഷക എന്നുപോലും നമുക്ക് ആ സ്ത്രീയെ പേരിടാം. അവളാണ് ഓടിയത് അടുത്ത പട്ടണത്തിലേക്ക്. എന്താ കാരണം? മുറിവേറ്റവളെ അയാൾ തൊട്ടു എന്നാണ് കർത്താവിനും അവൾക്കും ഇടയിൽ ഉണ്ടായ പൊതുവായ കാര്യം. പിന്നെ തൻ്റെ മുറിവിൽ തൊട്ട ആ മനുഷ്യൻ്റെ മുമ്പിൽ അവൾക്ക് നമിക്കാതിരിക്കാനായില്ല. പ്രിയപ്പെട്ടവരെ, അവൾ ഓടുകയാണ് സുവിശേഷവുമായി. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് ശേഷം എത്ര മനുഷ്യർ മുറിവുണങ്ങിയവരായി, ആത്മാവിൽ മുറിവുണങ്ങിയവരായി, വൈകാരിക തലത്തിൽ മുറിവുണങ്ങിയവരായി സൗഖ്യത്തോടെ തിരിച്ചു പോകുന്നുണ്ട്. നമ്മുടെ ശുശ്രൂഷ കേവലം ഭൗതിക സൗഖ്യത്തിന്, കേവലം ശാരീരിക സൗഖ്യത്തിന് വേണ്ടി മാത്രമുള്ള ശുശ്രൂഷയല്ല. ആ കിണറിന്റെ ചുവട്ടിൽ നിന്ന്, കരയിൽ നിന്ന് അവൾ പോയത് തുള്ളിച്ചാടിയാണ് പോയത്. അങ്ങനെയെങ്കിൽ എൻ്റെ ചോദ്യം, ഞാൻ ജോലി ചെയ്യുന്ന ആശുപത്രിയിലെ കിടക്കയിൽ നിന്ന് 4-5 ദിവസത്തെ എൻ്റെ ശുശ്രൂഷകൾക്ക് ശേഷം എത്ര പേർ സൗഖ്യപ്പെട്ട്, എവിടെ സൗഖ്യപ്പെട്ട്? ആത്മാവിൽ സൗഖ്യപ്പെട്ട് തിരിച്ചു പോകുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് മുറിവുള്ളവൻ്റെ അടുത്തേക്ക് ഇറങ്ങിച്ചെല്ലണം. എന്നിട്ട് അവൻ്റെ മുറിവിൽ തൊട്ട് കരയണം. അവനെ ഉപദേശിക്കാനും ഗുണദോഷിക്കാനുമല്ല, അവനെ തിരുത്താനും നന്നാക്കാനുമല്ല, അവൻ്റെ മുറിവിൽ തൊട്ട് കരയണം. 3 കാര്യങ്ങളാണ് കർത്താവ് ചെയ്തത്. മുറിവേറ്റവനെ കാത്തുനിന്നു, അല്ലെങ്കിൽ മുറിവേറ്റവനെ അന്വേഷിച്ചു ചെന്നു. പ്രിയപ്പെട്ടവരെ, ആ മുറിവിൽ തൊട്ട് കരഞ്ഞു കർത്താവ്. 3ാമത് ആ മുറിവേറ്റവനെ സുഖപ്പെടുത്തി. ഇത് 3 കാര്യങ്ങളാണ് കർത്താവ് ചെയ്തതെങ്കിൽ ഞാൻ വിചാരിക്കുന്നു നമ്മുടെ നഴ്സിംഗ് ശുശ്രൂഷയ്ക്ക് ഇത്രയധികം ആഴമുണ്ട്. നമ്മുടെ വിളി ഇതിനേക്കാൾ ചെറിയൊരു വിളിയല്ല നമ്മുടെ വിളി. കാര്യം, നമ്മുടെ നഴ്സിംഗ് ശുശ്രൂഷ കൊണ്ട്, ജോലി കൊണ്ട് നമുക്ക് സാമ്പത്തികമായി ഉന്നമനമുണ്ടാകുന്നുണ്ട്, നമ്മുടെ വീട് നടക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു വശത്ത് നടക്കുമ്പോഴും പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ട സൗഖ്യം, മുറിവേറ്റവന് ലഭിക്കുന്ന സൗഖ്യം, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായില്ലെങ്കിൽ പിന്നെന്തിനാണ് കർത്താവ് നമ്മളെ നിയോഗിച്ചത്? അതുകൊണ്ട് നമുക്ക് ഈ വലിയ വിളിയെ, മഹത്തായ വിളിയെ, ഞാൻ പറയും ഉന്നതമായ വിളിയെ, ഇത് ഉന്നതമായ വിളിയാണ്. കാരണം ജീവനെ നേരിട്ട് സ്പർശിക്കാൻ, ജീവനെ നേരിട്ട് കൈകാര്യം ചെയ്യാൻ വിളി ലഭിച്ച എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഈ വിളി നമുക്ക് കളയാതിരിക്കാം. നമ്മുടെ ഈ വിളി നമുക്ക് വെറും ഭൗതിക ജോലി മാത്രമായി സ്വീകരിക്കാതിരിക്കാം. നമുക്കെന്നിട്ട് ശുശ്രൂഷകരാവാം. എന്ത് ശുശ്രൂഷകർ? സൗഖ്യത്തിൻ്റെ ശുശ്രൂഷകർ. നമുക്കൊരു മിനിറ്റ് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളെയും ലോകം മുഴുവനുമുള്ള എല്ലാ നഴ്സിംഗ് ശുശ്രൂഷകരെയും അങ്ങയുടെ പാദത്തിങ്കൽ സമർപ്പിക്കുന്നു. കർത്താവെ, അപരൻ്റെ മുറിവിൽ തൊടാനുള്ള ഞങ്ങളുടെ ഉന്നതമായ ദൗത്യത്തെ അതേ അർത്ഥത്തിൽ നിറവേറ്റാനുള്ള വലിയ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് അമ്മയുടെ വലിയ സഹായവും കരുണയുടെ മനുഷ്യരാകാനുള്ള കൃപയും അമ്മ സ്വർഗത്തിൽ നിന്ന് വാങ്ങിത്തരണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് ബഹുമാനപ്പെട്ട ഷാജി വൈക്കത്ത് പറമ്പിലൂടെ നമ്മോട് സംസാരിച്ച ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ലാസല്ലായിലെ വിശുദ്ധ ജോൺ ബാപ്റ്റിസ്റ്റ് പറയുന്നു, ദൈവത്തെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുവാനായി ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു.
നമ്മുടെ ശുശ്രൂഷാ മേഖലയിലും കുടുംബത്തിലും കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന ചിന്തയിൽ നമുക്ക് മുന്നേറാനായി സാധിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി ഒരു വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.